ചെയ്തത് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ വിചാരണ നടത്തി തെളിവുകളില്ലാത്തത് കൊണ്ട് അദ്ദേഹത്തെ വിട്ടു. ഇത് സിമ്പിളാണ്. ഇനി കൂടുതൽ കാര്യങ്ങൾ പ്രോസിക്യൂഷൻ ഉണ്ടെങ്കിൽ ഹൈക്കോടതിയിൽ പോകാം, സുപ്രീം കോടതിയിൽ പോകാം. അതേ വ്യവസ്ഥ തന്നെ ദിലീപിനും എന്ത് ചെയ്യാം, അദ്ദേഹത്തിനെതിരെ നടന്നൊരു ഗൂഢാലോചന അന്വേഷിക്കണമെന്ന് അദ്ദേഹത്തിന് ആവശ്യപ്പെടാം. അദ്ദേഹത്തിനെതിരെ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഈ കേസിൽ 2 ഗൂഢാലോചന നടന്നു. ഒന്ന്, നടിയെ ആക്രമിക്കപ്പെടുന്ന ഒരു ഗൂഢാലോചന. അവിടെ സ്വാഭാവികമായിട്ടും എന്താണ്, ഈ പറയുന്ന ഹാബിച്വൽ ഒഫൻഡർമാരാണ് ഈ പറയുന്ന പ്രതികൾ. അവർ മുൻപും ഇതേ കുറ്റകൃത്യം ചെയ്തിട്ടുണ്ട്. ഇവിടെ എല്ലാവരും ആവശ്യപ്പെടുന്ന എന്താ, പൾസർ സുനി എന്തിനു ഇത് ചെയ്തു, പൾസർ സുനി ദിലീപിന് വേണ്ടി അല്ലാതെ എന്തിനു ചെയ്തു? പൾസർ സുനിയുടെ തൊഴിൽ ഇതാണ് സാർ. പൾസർ സുനി മുൻപും ഇതുപോലെ കുറ്റകൃത്യം ചെയ്തിട്ടുണ്ട്. പൾസർ സുനി പലരെയും ബ്ലാക്ക്മെയിൽ ചെയ്തിട്ടുണ്ട്. പൾസർ സുനിയുടെ ട്രാക്ക് നോക്കുമ്പോൾ ഇതൊക്കെ വ്യക്തമാണ്. മറിച്ച് ദിലീപിനെ സംബന്ധിച്ചിടത്തോളം എന്താണ്, ഒരു ഗൂഢാലോചന നടന്നു എന്നുള്ള കാര്യം വ്യക്തമാണ് ദിലീപിൻ്റെ വിധിയോടുകൂടി. അങ്ങനെ ഒരാളെ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ആ കാര്യവും എന്ത് ചെയ്യണം, ചർച്ച ചെയ്യപ്പെടണം. അല്ലാതെ നമ്മൾ ഇപ്പോൾ സ്ത്രീകൾക്കും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇക്വാലിറ്റി ബിഫോർ ദ ലോ ആൻഡ് ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ദ ലോ എന്നാണ് നമ്മുടെ നിയമം പറയുന്നത്. അല്ലാതെ ഒരു ഇന്ത്യയിലെ എല്ലാ പൗരന്മാർക്കും അതിജീവിതയ്ക്കുള്ള അതേ റൈറ്റ് തന്നെ എന്തുണ്ട്, അക്യൂസിനുമുണ്ട്. അതല്ലെങ്കിൽ എല്ലാവർക്കും തുല്യ റൈറ്റ് ആണ്. അപ്പോൾ അതിജീവിതയെ സംബന്ധിച്ചിടത്തോളം അതിജീവിതയ്ക്ക് നീതി ഉറപ്പാക്കുകയും വേണം. അതോടൊപ്പം തന്നെ അതിൻ്റെ പേരിൽ ഒരു നീതി നിഷേധത്തിലേക്ക് നമുക്ക് ദിലീപിനെ, ഒരു അക്യൂസിനെ തള്ളിവിടാൻ കഴിയില്ല. ഈ വിധിയുമായി ബന്ധപ്പെടുമ്പോൾ ഒരുപാട് എക്സ്റ്റേണൽ പ്രഷറുകൾ ചില വിധികളിൽ എപ്പോഴും കോടതി പരിഗണിക്കാറുണ്ട്. അത്തരത്തിൽ എക്സ്റ്റേണലി വരുന്ന പൊതുബോധത്തിന്റെ പ്രഷറുകളൊന്നും ഇതിൽ പരിഗണിച്ചില്ല എന്നുള്ള ഒരു വസ്തുതയല്ലേ? എക്സ്റ്റേണൽ പ്രഷർ പരിഹരിക്കാൻ കഴിയില്ലല്ലോ. ആവർത്തിച്ചുള്ള സുപ്രീം കോടതി വിധികളുണ്ടല്ലോ. നമ്മുടെ നാട്ടിൽ ഒരു കൃത്യമായിട്ട് നിങ്ങൾ ആരെങ്കിലും കരുതുന്നുണ്ടോ ഇത്രയും മാധ്യമങ്ങളും പൊതുസമൂഹവും ഗവൺമെൻറ്റുകളും ഒക്കെ ഒബ്സർവ് ചെയ്യുന്ന ഒരു കേസിൽ എന്തെങ്കിലും തരത്തിലുള്ള ട്വിസ്റ്റ് ഉണ്ടാകുമെന്ന് ആരെങ്കിലും കരുതുന്നുണ്ടോ? പക്ഷേ ഒരു നീതിപീഠത്തെ സംബന്ധിച്ചിടത്തോളം നീതിപീഠത്തിൻ്റെ മുന്നിലേക്ക് വരുന്ന വസ്തുതകളെയും ഈ പറയുന്ന ബോധ്യങ്ങളെയും തെളിവുകളെയും വെച്ച് മാത്രമേ എന്ത് ചെയ്യാൻ കഴിയുള്ളൂ. കാര്യം ഈ തെളിവുകൾ കൊടുക്കേണ്ട കാലഘട്ടത്തിൽ ഇത് കൊടുക്കണമായിരുന്നു. കാരണം അങ്ങനെ ആയിരുന്നെങ്കിൽ അതിജീവിത അവിശ്വാസം പ്രകടിപ്പിക്കേണ്ടത് കോടതിക്കെതിരായിട്ടായിരുന്നില്ല. അതിജീവിത അവിശ്വാസം പ്രകടിപ്പിക്കുന്നുണ്ടായിരുന്നുവെങ്കിൽ അത് പ്രകടിപ്പിക്കേണ്ടത് അന്വേഷണ ഉദ്യോഗസ്ഥനെതിരായിട്ടായിരുന്നു, അന്വേഷണ സംഘത്തിനെതിരായിട്ടായിരുന്നു, പ്രോസിക്യൂഷൻ അഡ്വക്കേറ്റ്സുമാർക്കെതിരായിട്ടായിരുന്നു. അവിടെ അത് ചെയ്തിട്ടില്ല. അവർ കൊടുക്കുന്ന കാര്യങ്ങൾ വല്ല കോടതിക്ക് നോക്കാൻ പറ്റുമോ? അല്ലാതെ കോടതിയെ സംബന്ധിച്ചിടത്തോളം ഇവിടെ മാധ്യമങ്ങൾ വൈകുന്നേരം അന്തിച്ചർച്ച നടത്തി അല്ലെങ്കിൽ മാധ്യമങ്ങൾ ഒരു വാർത്ത പുറത്തുവിട്ടതിൻ്റെ പേരിൽ കോടതിക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയില്ല. കോടതിയുടെ മുന്നിൽ ദിലീപ്, അതാണല്ലോ കോടതിയുടെ ഒരു മോട്ടീവ് തന്നെ നമ്മൾ പറയുന്നല്ലോ. കോടതിയുടെ മുമ്പിൽ ഈ പറയുന്ന നീതിദേവതയെ സംബന്ധിച്ചിടത്തോളം നീതിദേവത കണ്ണ് കെട്ടിയാണ് നിൽക്കുന്നത്. നീതിദേവതയുടെ ത്രാസിൽ എന്തില്ല, പണമോ അല്ലെങ്കിൽ സ്വാധീനമോ അല്ല ഉള്ളത്, അല്ലെങ്കിൽ കുറ്റവാളിയെന്നോ നിരപരാധിയെന്നോ അല്ല. തെളിവുകൾ ആർക്കാണോ അവർക്ക് അനുകൂലമായിട്ടേ നീതിദേവത എന്ത് ചെയ്യത്തുള്ളൂ, കോടതി വിധിക്കത്തുള്ളൂ. അതാണ് നമ്മുടെ ജുഡീഷ്യൽ സിസ്റ്റം. അത് എതിരാകുമ്പോൾ അത് തെറ്റും. അല്ലെ ദിലീപിനെ ഇന്ന് തൂക്കിക്കൊല്ലാൻ വിധിച്ചായിരുന്നെങ്കിൽ എന്തായിരുന്നു, കുറേ ആളുകൾക്ക് ഹാപ്പി ആയനെ. അപ്പം അവരുടെ ഒന്നും ഇംഗിതം അനുസരിച്ചൊന്നും നീതി പുലരുമെന്നോ അല്ലെങ്കിൽ ഈ വരുന്ന ഉപരി കോടതികളിലേക്ക് പോകുന്ന സമയത്ത് ഇനിയിപ്പോൾ ഇപ്പോൾ നിൽക്കുന്ന സെഷൻസ് കോടതിയിൽ നിന്ന വാദങ്ങൾ ഉപരി കോടതികളിലേക്ക് പോകുമ്പോഴും മറിച്ചൊരു വിധി പ്രതീക്ഷിക്കേണ്ടതെന്നുള്ളതാണ്. അങ്ങനെ പറയാൻ കഴിയത്തില്ല. അങ്ങനെ നമ്മൾ കോടതിയെ അണ്ടർസ്റ്റിമേറ്റ് ചെയ്യാൻ കഴിയില്ല. പക്ഷേ ഞാൻ ഒരു കാര്യം പറയേണ്ട കാര്യം, കാലത്തിന്റെ ഒരു ഇതുണ്ടല്ലോ. അതായത് ഇപ്പോൾ 8 വർഷം എന്ന് പറയുന്നത് വലിയൊരു കാലയളവാണ്. അപ്പോൾ ഇനിയും ഇപ്പോൾ ഒരു ഹൈക്കോടതിയിലേക്കും സുപ്രീം കോടതിയിലേക്കും പോകുമ്പോൾ ആ കാലഘട്ടത്തിൽ ഒരു ക്രൈം ഒക്കറൻസിന്റെ തെളിവുകൾ എത്ര കാലം നിൽക്കുമെന്ന് വക്കീലെന്ന നിലയിൽ അറിയാം. അത് തെളിയിക്കാൻ അവിടെയല്ല. ഇനി സ്വാഭാവികമായിട്ടും ഇനി ഹൈക്കോടതിയിലായാലും സുപ്രീം കോടതിയിലായാലും ഒരു പ്രീ ട്രയൽ മാത്രമേ നടക്കത്തുള്ളൂ. യഥാർത്ഥ വിചാരണ കഴിഞ്ഞു. ഈ വിചാരണയും ഈ സാക്ഷി വരെയും നിലവിലുള്ള ഒരിക്കലും ഹൈക്കോടതിയിലോ സുപ്രീം കോടതിയിലോ ഇനി ഒരു സാക്ഷി വിസ്താരമോ ഒന്നും തന്നെ നടക്കില്ല. അത് പലരും ഇപ്പോൾ എന്ത് ചെയ്യുന്നു, പലരും തെറ്റിദ്ധാരണ കൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ പറയുന്നത്. അപ്പോൾ ഈ കോടതി ജഡ്ജിമെൻറ്റിനെയും ഈ കോടതിക്ക് മുന്നിലുള്ള സാക്ഷി വിസ്താരത്തെയും ഈ കോടതിയെ വിശ്വാസത്തിലെടുത്ത് മാത്രമേ എന്ത് ചെയ്യാൻ കഴിയുള്ളൂ, കോടതികൾ മുന്നോട്ട് പോകത്തുള്ളൂ. അല്ലാതെ ഒരു അസാധാരണ സംഭവമില്ല. കാരണം അസാധാരണമായിട്ട് നമ്മുടെ രാജ്യത്ത് കേട്ടിട്ടില്ലാത്തൊരു വേർഡാണ് കിഡ്നാപ്പിംഗ്. അതായത് ഈ പറയുന്ന റേപ്പ് കൊട്ടേഷൻ എന്ന് പറയുന്ന വേർഡ് ഈ ഒരു കേസിലൂടെയാണ് നമ്മൾ കേട്ടു തുടങ്ങിയത്. സ്വാഭാവികമായിട്ടും അങ്ങനെയുള്ളൊരു ക്രൂവൽ കുറ്റകൃത്യത്തിൽ ഇതേ കോടതി തന്നെയാണ് പൾസർ സുനിയുടെ ജാമ്യം 7 വർഷക്കാലം എന്ത് ചെയ്തിട്ടുള്ളത്, ഹോൾഡ് ചെയ്തത്. പൾസർ സുനിയെ അവസാനം സുപ്രീം കോടതി ഇടപെട്ടിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ജാമ്യത്തിൽ വിട്ടിട്ടുള്ളത്. അപ്പോൾ കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടുന്നുണ്ട്, നിരപരാധികൾ ശിക്ഷിക്കപ്പെടരുത്. ഇതാണ് വ്യവസ്ഥ. അല്ലാതെ നമുക്കൊരു അജണ്ട അനുസരിച്ച് അദ്ദേഹത്തിന് നമ്മളെല്ലാവരും അതിജീവിതയെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷെ എന്തുകൊണ്ടാണ് ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം അതിജീവിത ഒരാൾ മാത്രമല്ല, ഒരു അതിജീവിതൻ കൂടി എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഒരു വിധിയോടുകൂടി ഉണ്ടാവുകയാണ്. അപ്പോൾ ഇനി വരുന്ന കാലം ദിലീപിന്റെ നടി ആക്രമിക്കപ്പെട്ട കേസിന്റെ വിധിക്ക് മുമ്പും ശേഷവും ഒന്ന് മലയാള സിനിമയിൽ അടയാളപ്പെടുത്തും? അങ്ങനെ കഴിയാൻ കഴിയില്ല. ഇതിൻ്റെ ഒരു വസ്തുത, അതിൽ ദിലീപാണ് ഇനി സ്റ്റാൻഡ് എടുക്കേണ്ടത്.
ദിലീപ് ഇന്ന് പറഞ്ഞ കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കുന്നുണ്ടെങ്കിൽ ദിലീപിന് തീർച്ചയായിട്ടും കോടതിയെ സമീപിക്കാം. ഹൈക്കോടതിയിലേക്ക് കേസ് കോഷ് ചെയ്യുന്നതിന് വേണ്ടി കോമ്പൻസേഷൻ ഉൾപ്പെടെ കാര്യങ്ങൾക്ക് വേണ്ടി മുന്നോട്ട് പോകാൻ സാധിക്കും. പ്രോസിക്യൂഷനെതിരായിട്ടും പോലീസിനെതിരായിട്ടും ഈ പറയുന്ന ഡിഫാക്ടോ കംപ്ലയിൻറ്റിനെതിരായിട്ടും ഒക്കെ തന്നെ കേസുമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കും. അദ്ദേഹം അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അത് വലിയ രീതിയിലുള്ള ഒരു നീതി പോരാട്ടമായി അല്ലെങ്കിൽ ഒരു നിയമ പോരാട്ടമായി മാറാനുള്ള സാധ്യതയുണ്ട്. കാരണം ദിലീപിനെ പോലെ ഒരു നടൻ്റെ 8 വർഷക്കാലം എന്ന് പറഞ്ഞാൽ നമുക്ക് വിലമതിക്കാൻ കഴിയാത്ത ഒരു സാമ്പത്തികമായിട്ടായാലും അയാളുടെ കരിയർ ഡെവലപ്മെൻറ്റിലായാലും വലിയ ഒരു നഷ്ടമാണ് സംഭവിച്ചിട്ടുള്ളത്.